നാമങ്ങളിൽ ഓരോ നാമങ്ങളും അതിന്റെ ശ്രേഷ്ഠതകളും പറയുക. ഇന്നലെ അള്ളാഹു നാമത്തെ കുറിച്ച് പറഞ്ഞു. അള്ളാഹു കൂടുതൽ ആ നാമങ്ങൾ ചെല്ലാനും പതിവാക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. 1000 പ്രാവശ്യം വലിയ വിഷമവും പ്രയാസമുള്ളവർ അള്ളാഹു എന്ന നാമം ചൊല്ലിയാൽ അള്ളാഹു അത്ഭുതകരമായി അവരുടെ വിഷമവും പ്രയാസമൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞു. നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. 1000 പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹ് എന്ന നാമം ചൊല്ലിയാൽ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ അത് കാരണവും അള്ളാഹു നമുക്ക് ചെല്ലാനും നമ്മുടെ പ്രയാസങ്ങളൊക്കെ അത് മുഖേന അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, റഹ്മാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മറ്റൊരു നാമമാണ് റഹ്മാൻ. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന വലിയ മഹത്വമുള്ള നാമങ്ങളാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളൊരു നാമമാണ് റഹ്മാൻ. അള്ളാഹുവിന്റെ ആ റഹ്മാൻ എന്ന ഇസ്മ കൂടുതൽ ചൊല്ലൽ കൊണ്ട് വലിയ ബറക്കത്ത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകും. 100 പ്രാവശ്യം നിസ്കാര ശേഷം ഒരാളത് പതിവാക്കിയാൽ മറവിയും അലസതയും മടിയും അങ്ങനെയുള്ള നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്ന സർവമാന കാര്യങ്ങളെയും സലാമത്ത് കിട്ടും. നമ്മുടെ മക്കൾക്ക് മറവിയാണെന്ന് പറയുന്നവരുണ്ട്, അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് അലസതയാണെന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ട്. ശ്രദ്ധിക്കുക, നിസ്കാരത്തിന് ശേഷവും ദിവസവും 100 പ്രാവശ്യം റഹ്മാൻ എന്ന ദിക്ർ പതിവാക്കിയാൽ അല്ലാഹു അലസതയും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരും. യാ റഹ്മാൻ യാ അല്ലാഹ്, ആ റഹ്മാൻ എന്ന ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. അലസതയും മടിയും എല്ലാം ഞങ്ങളുടെയും മക്കളുടെയും എല്ലാം മാറ്റിത്തരണേ അല്ലാഹ്. കൂടുതൽ നന്മകൾ ചെയ്യാൻ, കൂടുതൽ സുഹൃത്തുക്കൾ ചെയ്യാൻ ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ കരുണ അത് കൂടുതലായി ലഭിക്കാൻ ആ ദിക്ർ വർദ്ധിപ്പിക്കൽ കൊണ്ട് കാരണമാകും. കൂടുതൽ അല്ലാഹുവിന്റെ കരുണ കിട്ടണമെങ്കിൽ ആ ദിക്ർ നമ്മൾ കൂടുതൽ ചൊല്ലിയാൽ മതി. അല്ലാഹു നമുക്കെല്ലാം കാരുണ്യം അല്ലാഹുവിന്റെ കാരുണ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരക്കുട്ടികൾ കുഞ്ഞുമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവരെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് അവർക്ക് ചുംബനം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കടന്നു വരുന്നു. അയാൾ അത്ഭുതത്തോടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നു, എന്താ നബിയെ, ചെറിയ കുട്ടികൾക്ക് ചുംബനം കൊടുക്കുകയോ അവരെ ഇങ്ങനെ കളിപ്പിക്കുകയോ? നബി എന്ന് പറയുന്നത് ഒരു വലിയ പ്രവാചകനല്ലേ, ഒരു അധികാരിയല്ലേ, ഭരണാധികാരിയല്ലേ? ഇങ്ങനെയൊക്കെ ചെറിയ കുട്ടികളുമായി ഇങ്ങനെ കളിച്ചിരിക്കേണ്ട ആളാണോ എന്ന അർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ മനുഷ്യൻ ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കുന്നു. അപ്പോൾ അയാൾ വീണ്ടും പറയുന്നു, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ വലിയ ഭരണാധികാരിയൊന്നുമല്ല, ഞാൻ വലിയ ആളൊന്നുമല്ല, എന്നാലും 10 മക്കളുള്ള ഞാൻ ഒരിക്കൽ പോലും എന്റെ മക്കളെ ചുംബനം കൊടുത്തിട്ടില്ല എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കരുണ ചെയ്യാത്തവർക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുകയില്ല. ഇർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ആകാശത്തിലുള്ള അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളോടും ജീവജാലങ്ങളോടും മനുഷ്യരോടും മൃഗങ്ങളോടും എല്ലാ വസ്തുക്കളോടും കാരുണ്യം ചെയ്യണം. അങ്ങനെ ഭൂമിയിലുള്ളവരോട് കാരുണ്യം ചെയ്യുമ്പോൾ, കരുണ ചെയ്യുമ്പോൾ ആകാശത്തിന്റെ അധിപനായ സർവാധിനാഥനായ ജഗന്നിയന്താവായ അല്ലാഹു നിങ്ങളോടും എന്നോടും നമ്മളോടെല്ലാവരോടും പ്രത്യേകം കാരുണ്യം ചെയ്യുമെന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് റഹ്മാനായ അല്ലാഹ്, റഹ്മാൻ എന്ന ദിക്ർ കൂടുതൽ ചൊല്ലുക വഴി അല്ലാഹുവിന്റെ കാരുണ്യം പ്രത്യേകം ലഭിക്കാൻ കാരണമാകും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരോട്, വീട്ടുകാരോട്, മക്കളോട്, കുടുംബങ്ങളോട്, ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മക്കളോട് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം ചെയ്ത് നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും
വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്കെല്ലാം രക്ഷ നൽകുമാറാവട്ടെ. നമ്മുടെ വീട്ടിൽ കുടുംബത്തിനും അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. എല്ലാവരും റഹ്മാൻ എന്ന ദിക്ർ 100 പ്രാവശ്യം പതിവാക്കിയാൽ അത് നമ്മുടെ അലസത മാറാൻ, മടി മാറാൻ, നമ്മുടെ മക്കളുടെ അലസത മാറാൻ അതെല്ലാം കാരണമാകും. അതൊക്കെ ഓതി വെള്ളത്തിലൊക്കെ ഓതിക്കൊടുത്താൽ മക്കളുടെ മടി മാറും, അലസത മാറും, നല്ല ഉത്സാഹമുള്ളവരാകും. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാവട്ടെ. കൂടുതൽ സുഹൃത്തുക്കൾ ചെയ്യാൻ അല്ലാഹു ഈ സദസ്സ് നിമിത്തമാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. റഹ്മാൻ എന്ന ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നവരിൽ, ലഭിച്ചവരിൽ, ലഭിച്ചുകൊണ്ടിരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ ദിവസവും ഇവിടെ നടക്കുന്ന ഈ മഹത്തായ പ്രാർത്ഥനാ സദസ്സ്, ഭക്തി നിർഭരമായ ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ, കാണുന്നവർ, കേൾക്കുന്നവർ, ഇത് ചെല്ലുന്നവർ എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും സമ്പന്ന സമൃദ്ധിയും അല്ലാഹു സമ്മാനമായി നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് ഈ ബൈത്തിൽ അല്ലാഹു